യിലെ UTUCയുടെയും RSPയുടെയും പ്രവർത്തനങ്ങൾ പഴയകാലത്ത് വളരെ പ്രതാപത്തോടുകൂടി തന്നെ ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടപ്പാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ സഖാക്കൾ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. RSPയുടെ ട്രേഡ് യൂണിയനായ UTUCയുടെയും അതുപോലെ തന്നെ RSPയുടെ ബ്രാഞ്ച് കമ്മിറ്റിയുടെയും പ്രവർത്തനങ്ങൾ ഈ ആര്യങ്കാവിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് ഇന്ന് RSPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് M. നാസർ ഖാൻ ഇവിടെ പതാക ഉയർത്തുകയാണ്. പ്രിയപ്പെട്ട സഹാക്കളെ, സുഹൃത്തുക്കളെ, ഒരു കാലഘട്ടത്തിലെ RSP എന്ന് പറയുന്ന സംഘടന നമ്മുടെ കിഴക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് തൊഴിലാളി മേഖലയായ തോട്ടം മേഖലകളിൽ അതിശക്തമായൊരു പ്രസ്ഥാനമായിരുന്നു. PP വിൽസൻ്റെയും TM പ്രഭയുടെയും ശ്രീകണ്ഠൻ ചേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഒരു കാലയളവിൽ തോട്ടം മേഖലയെ ഇളക്കി കുറിച്ചു. 1940-42 കാലയളവിൽ അന്ന് ആരംഭിച്ച ഈ UTUCയുടെ പ്രവർത്തനം നേതൃത്വപരമായ പങ്ക് വഹിച്ചിരുന്ന, തുടർന്ന് 57-58 കാലയളവായപ്പോഴേക്കും നമ്മുടെ പ്രസ്ഥാനവുമായി ഇഴുകിച്ചേർന്ന സഖാവ് KP വേലു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ വെഞ്ചറിൽ താമസിക്കുന്ന സഖാവ് KP വേലു ട്രേഡ് യൂണിയൻ രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ 100 വയസ്സാകാൻ പോകുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം ഞാനും സഖാവ് വർഗീസ് അടക്കമുള്ള നേതാക്കന്മാരും സഖാവ് പ്രേമേന്ദ്രൻ MP-യുമായി ഞങ്ങൾ അവിടെ പോയി. അവിടെ അദ്ദേഹവുമായി ഇരുന്ന് ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തെ പൊന്നാട എണീച്ച് സ്വീകരിച്ച് ഒക്കെ ഒരു മാനസികമായ സന്തോഷം അദ്ദേഹത്തിന് വരത്തക്കവണ്ണം ഒരു പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതുണ്ടായത്. പക്ഷേ നമ്മൾ അതിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 2010, 2011, 2012 കാലയളവിലും UTUCയുടെ പ്രവർത്തനം വളരെ ശക്തമാണ്. അത് തോട്ട മേഖലയുമായി ബന്ധപ്പെട്ട കുറവുണ്ടാവുള്ളൂ നാഗമലയും കൊണ്ടുപോകാൻ കഴിയില്ല. ആര്യങ്കാവ് മേഖലയിൽ തന്നെ നമുക്ക് ഡിപ്പോയിൽ യൂണിയൻ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് UTUC. നമ്മളെ ഇവിടുത്തെ ഡോക്ടർ കാർത്തികേയൻ്റെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ഡിപ്പോയിൽ തൊഴിലാളി ഉണ്ടായിരുന്നു, പുറത്ത് ഓടിക്കാറുണ്ടായിരുന്നു. റോസുമല നമ്മുടെ പ്രവർത്തനം വളരെ ശക്തമായിരുന്നു. എന്നാൽ നേതൃത്വപരമായ പങ്കിലേക്കുള്ള ഈ അഭാവമാണ് അത് നമുക്ക് മാത്രമല്ല എല്ലാ ഇടതുപക്ഷ കക്ഷികളും അനുഭവിക്കുന്നത്. ആ ബുദ്ധിമുട്ടാണ്. CITU ആയിരുന്നാലും AITUC ആയിരുന്നാലും INTUC ആയിരുന്നാലും ട്രേഡ് യൂണിയൻ രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ച് തൊഴിലാളികളുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയി അവരുടെ ജീവിത മാർഗത്തിൽ മാറ്റം വരുത്താൻ ഉതകുന്ന വിധത്തിലുള്ള നേതാക്കന്മാരുടെ എണ്ണം വളരെ അപര്യാപ്തമായി കുറഞ്ഞു വരുന്നു. നമ്മൾ കാണുന്ന ചിത്രം അതാണ്. അവിടെ തൊഴിലാളികൾ മാനേജ്മെൻറ്റിനെ സ്വാധീനിച്ച് മാനേജ്മെൻറ്റിനെ എങ്ങനെയെങ്കിലും കയ്യാകാലെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിക്കുന്നു. അവർ വ്യത്യസ്തമായ രാഷ്ട്രീയത്തിൽ, വ്യത്യസ്തമായ സാഹചര്യത്തിൽ. മുമ്പാണെങ്കിൽ ഒരു RSPക്കാരന് പ്രശ്നം വന്നാൽ അവർ RSPക്കാരൻ്റെ നേതാവിനെ കാണും. ഒരു CITUക്കാരന് പ്രശ്നം വന്നാൽ CITUക്കാരൻ്റെ നേതാവിനെ കാണും. ഒരു CPIക്കാരൻ്റെ പ്രശ്നം വന്നാൽ CPIയുടെ നേതാവിനെ കാണും. ഇന്ന് തൊഴിലാളി അതല്ല. ഇന്ന് ആരെ കൊണ്ട് സാധിക്കാൻ പറ്റും അവരെ പോയി കാണും. അപ്പോൾ ഏത് രംഗത്ത് നിന്നാലും എവിടെ നിന്നാലും RSPക്കാരനാണ് പറ്റുമെങ്കിൽ അവൻ CITUയുടെ നേതാവായിരിക്കും. അവൻ RSPക്കാരനെ കാണും. ഒരു CPMകാരനെ കൊണ്ടാണ് സാധിക്കാൻ പറ്റുന്നതെങ്കിൽ RSP നിൽക്കുന്നവരോ BJP നിൽക്കുന്നവരോ CPMനെ പോയി കാണും. കാര്യസാധ്യ സിദ്ധാന്തത്തിന് വളരെ എന്താണ് ഈ ലീഡർഷിപ്പിൻ്റെ അഭാവമാണ് അതിന് കാരണം. നമുക്കത് പരിഹരിക്കപ്പെടുന്നതിന് ആവശ്യമായി. ഇപ്പം തന്നെ നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്ക് ഡിപ്പോയിൽ വർക്കില്ല, നമുക്ക് പുറത്തുകൂടെ ജോലിയില്ല, ഇവിടെ പ്ലാന്റേഷൻ നിരവധി ഉണ്ടത് വെട്ടുന്നില്ല. വിൻഫാനിൻ പോലുള്ള തടികൾ ധാരാളം വനങ്ങളിൽ കിടപ്പുണ്ട്. റോഡരികിൽ മുറിച്ചിട്ട് 100 കണക്കിന് മീറ്റർ തടികൾ കിടപ്പുണ്ട്. ഇതെല്ലാം എടുത്ത് ഡിപ്പോയിൽ ഇറക്കുകയോ മറ്റോ ചെയ്താൽ തൊഴിലാളികൾക്ക് ജോലിയാവും, ഖജനാവിൽ പൈസയാവും. വരുന്ന ഉദ്യോഗസ്ഥന്മാരെ ഒരു താല്പര്യം കാണിക്കാതെ അവർക്ക് 30 ദിവസം തികച്ച് ശമ്പളം പറ്റുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതിനപ്പുറത്ത് ആത്മാർത്ഥമായി ഗവൺമെൻറ് നിലനിർത്തണം. ഈ ശമ്പളം വരുന്നത് ഗവൺമെൻറ് ഖജനാവിലെത്തുന്ന പൈസ കൊണ്ടാണ്, സാധാരണക്കാരൻ്റെ ടാക്സിൽ നിന്നുള്ള പൈസയാണ്. അതുകൊണ്ട് നശിച്ചു പോകുന്ന സാധനം എടുത്ത് ഡിപ്പോയിൽ ഇറക്കിയത് പൈസയാക്കി അത് ഖജനാവിലെത്തിക്കണം എന്നുള്ളൊരു തോന്നൽ അവർക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വളരെ മോശപ്പെട്ട ജീവിത നിലവാരം താഴോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണം പോലെ കുതിച്ചു വരുന്നു. ആളുകളുടെ വരുമാനം കുറയുന്നു. ആ വരുമാനം കുറയുന്ന സാഹചര്യത്തിൽ ഭാരിച്ച സാമ്പത്തിക ബാധ്യത
വിദ്യാഭ്യാസ ചെലവിലേക്കുള്ള സാമ്പത്തിക ബാധ്യത, നമ്മുടെ പിള്ളേരുടെ ഡ്രസ്സും ഭക്ഷണവും അവരുടെ ബുക്കും പുസ്തകവും ദൈനംദിനമായി ഓരോ ദിവസവും സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യത നമ്മുടെ മേൽ വന്ന് നമ്മൾ അറിയാതെ വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉള്ള തൊഴിലും കൂടെ ഇല്ലാതായാൽ, ഉള്ള തൊഴിൽ നമുക്ക് അനുസൃതം ചെയ്തു പോകാനുള്ള അവസരമില്ലാതായാൽ അതൊക്കെ ഒരു മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് UDFിൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ്റാണ്, ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റാണ്. പ്രത്യേകിച്ച് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണ്. ഷിബു ബേബി ജോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബി ജോൺ സാറിൻ്റെ മകനാണ്. ഈ കേരള രാഷ്ട്രീയത്തിലെ കിസഞ്ചറ അറിയപ്പെട്ടിരുന്ന, ദശാബ്ദങ്ങളോളം കേരളത്തെ അടക്കി ഭരിച്ചിരുന്ന ഒരു വലിയ മഹാനായ ഒരു മനുഷ്യൻ, ഒരു മകനാണ് സഖാവ് ഷിബു ബേബി ജോൺ. അദ്ദേഹത്തിന് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും അറിയാം. ഈ പ്രശ്നങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഈ പ്ലാന്റേഷൻ വെട്ടാതിരിക്കുന്ന സ്ഥിതി, തടി എടുക്കാതിരിക്കുന്ന സ്ഥിതി, അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നമ്മൾ തടി എടുക്കാനും തടി വെട്ടാനും ഡിപ്പോയിൽ ഇറക്കാനും തൊഴിലാളികൾക്ക് ജോലി ഉണ്ടാവാനും ചെറുകിട കച്ചവടക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. ഇവിടെ തൊഴിലാളിക്ക് ജോലി ഉണ്ടെങ്കിലല്ലേ ഒരു മുറുക്കാൻ കടക്കാരനായിരുന്നാലും ഒരു പലചരക്ക് കടക്കാരനായിരുന്നാലും 10 രൂപയുടെ വരുമാനം ഉണ്ടാവും. നമ്മുടെ നാട് ഒന്ന് കുളിർക്കണമെങ്കിൽ ഒരു കുളിർമയോട് നിലനിൽക്കണമെങ്കിൽ തൊഴിലാളികൾക്ക് പണി വേണം. ആ പണി വന്നാൽ പല രീതിയിൽ ആ പൈസ നമ്മുടെ നാട്ടിൽ തന്നെ ചെലവഴിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ ഒരു മാറ്റം, ഒരു സഹകരണ രംഗത്ത് വലിയൊരു മാറ്റം നമുക്ക് തീർച്ചയായിട്ടും ഇതിലൂടെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതിന് പരമാവധി ഞങ്ങളുടെ പാർട്ടി, UTUC അതിൻ്റെ നേതാക്കന്മാർ, ഗവൺമെൻറ് മുഴുവനും തൊഴിലാളികളോടൊപ്പം ഉണ്ടാവും. തൊഴിലാളികളും അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനവും ഒരു ആത്മാർത്ഥമായ സത്യസന്ധമായ ഒരു സമീപനവും സ്വീകരിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിനും തൊഴിലാളി വർഗ രാഷ്ട്രീയം നശിച്ചു പോകാതെ ഈ സമൂഹത്തിൽ നിലനിർത്താനും വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും സജീവ പങ്കാളികളാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി ഈ ഫ്ലാഗ് ഞാൻ ഉയർത്തുകയാണ്. അങ്ങനെ സൈഡായിട്ട് സിന്ദാബാദ് ആർഎസ്പി സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് ആർഎസ്പി സിന്ദാബാദ് ആർഎസ്പി സിന്ദാബാദ് ആർഎസ്പി സിന്ദാബാദ് യുടിയുസി സിന്ദാബാദ് സിന്ദാബാദ് ഇൻക്ലാബ് 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 സിന്ദാബാദ് ഇൻക്ലാബ് 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 സിന്ദാബാദ്. പൈസ